പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്നത്തെ മുഖ്യധാരാ മാധ്യമങ്ങളിലെ എല്ലാം പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് കുയിലുകളെയും കാക്കക്കൂട്ടങ്ങളുടെയും ബഹളങ്ങളൊക്കെയാണ്. എന്താണ് അതിന് കാരണം? പ്രിയപ്പെട്ട സലിമേട്ടൻ്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ചന്തുവിൻ്റെ വികാര വിക്ഷോഭം നിറഞ്ഞ ഒരു പൊട്ടിത്തെറി സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെല്ലാം കണ്ടു. അവിടെ സംഘടിച്ച ഓൺലൈൻ മാധ്യമങ്ങളെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് പല ആൾക്കാരും രംഗത്തേക്ക് വന്നു. ഈ ഒരു വിഷയത്തിൽ പലർക്കും പൊള്ളി. അവിടെ കരഞ്ഞ, അതായത് ഉള്ളിൽ തട്ടി തന്നെ ആ ഒരു വിഷമം പങ്കുവച്ച പലരെയും പരിഹസിച്ചുകൊണ്ട് നിരവധി കമൻറ്റ് ബോക്സുകൾ നിറഞ്ഞു. അതിൽ പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ ആൾക്കാർ പരിഹസിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് ടെനി ടോമിനെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രിയപ്പെട്ട ടെനി ടോം, നിങ്ങൾക്കിത് വരണം. നിങ്ങളെ സമൂഹം ഈ രീതിയിൽ തന്നെ പരിഹസിക്കണം. കാരണം ഞാൻ ഒരു വർഷം മുമ്പ് ഓൺലൈൻ മാധ്യമങ്ങളെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചു. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സിനിമാ നടിമാർ ഉൾപ്പെടെ ഉള്ളവർക്ക് ഉണ്ടാകുന്ന മാനസിക വിഷമങ്ങളെ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് ഗർഭകാലത്ത് ഒരു പെൺകുട്ടിക്ക്, ഒരു നടിക്ക് അനുഭവിക്കേണ്ടി വന്ന കമൻറ്റ് സെക്ഷനിലെ വെർബൽ റേപ്പ് കണ്ട് മാനസികമായി തകർന്ന ഒരു നടിക്ക് അനുഭവിക്കേണ്ടി വന്ന, എൻ്റെ സുഹൃത്തായൊരു നടിക്ക് അനുഭവിക്കേണ്ടി വന്ന വിഷമങ്ങൾ എന്നോട് പറഞ്ഞതും എൻ്റെ ചെവിയിലിരിക്കുന്ന ഒരു ദിവസം ഞാൻ മറ്റൊരു ഇൻസിഡൻറ്റ് കൂടി എൻ്റെ നേരിട്ടുള്ള അനുഭവത്തിൽ കാണുകയാണ്. കൊച്ചിയിലെ ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കവേ അവിടെ പങ്കെടുത്ത സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ ദൂരെ നിന്നുകൊണ്ട് സൂം ചെയ്ത് വെച്ച് റെക്കോർഡ് ഓൺ ചെയ്തിരിക്കുന്ന ഒരു പറ്റം ടീമുകൾ, ഈ കുയിലുകളും ഈ കാക്കക്കൂട്ടങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് റെക്കോർഡ് ഓൺ ചെയ്ത് വെച്ച് സ്ത്രീകളുടെ സാരിത്തുമ്പിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമൊന്ന് മാറുന്ന മൊമെൻറ്റിന് വേണ്ടിയിട്ട് കഴുകന്മാരെ പോലെ ഒരു ഭാഗത്ത് സൂം ചെയ്ത് ക്ലോസ് വാച്ച് ചെയ്തിരിക്കുകയാണ്. ഫുൾ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് അവർ ഇരിക്കുന്നത്. ഒരു സ്ത്രീയുടെ ശരീരം ഒന്ന് അനങ്ങുന്ന സമയത്ത് അവളുടെ ബ്രസ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമൊന്ന് കിട്ടണം, അതല്ലെങ്കിൽ ടോപ്പ് ആംഗിളിൽ വെച്ചുകൊണ്ട് അവളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒന്ന് ഭാഗം പകർത്തണം. അതുമല്ലാന്നുണ്ടെങ്കിൽ സാരിത്തുമ്പൊന്ന് മാറുന്ന സമയത്ത് അവളുടെ വയറിൻ്റെ ഭാഗങ്ങൾ പകർത്തണം. അല്ലെങ്കിൽ അവൾ നടന്നു പോകുമ്പോൾ അവളുടെ പിന്നിലൂടെ ക്യാമറയും കൊണ്ടുവന്ന് അവളുടെ നിതംബത്തിൻ്റെ ഇളക്കം എടുത്തു കൊടുത്ത് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഞരമ്പ് രോഗികളെ സന്തോഷിപ്പിക്കണം, അതിലൂടെ കമൻറ്റ് ബോക്സ് നിറയ്ക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് ജീവിക്കുന്ന അമ്മയും പെങ്ങളെയും തിരിച്ചറിഞ്ഞുകൂടാത്ത ഈ കുയിലുകളെയൊക്കെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സംഘടനാ തലത്തിൽ ഒരു നടപടി നിങ്ങൾ എടുക്കണം. അത് വ്യക്തിപരമായി ഞാൻ പറയുന്ന അഭിപ്രായത്തെക്കാളും കൂടുതൽ അമ്മ അസോസിയേഷൻ എടുക്കാൻ കഴിയുമെന്ന് കരുതി ഈ അസോസിയേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന താങ്കൾക്ക് ഞാനൊരു മെസ്സേജ് അയച്ചു. നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ. ടിനിച്ചേട്ടൻ അഖിൽമാരാണ്. ഈ പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണേ. എന്നിട്ട് അത് വായിച്ചു കഴിയുമ്പോൾ കാര്യം പിടിയിട്ടും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അസോസിയേഷൻ ത്രൂ തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതുമായിട്ടൊന്ന്. ഇതിൽ ഒരു റിപ്ലൈ പോലും ഇടാത്ത ഈ മാന്യനെ സമൂഹത്തിൽ പരിഹസിക്കുമ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനി ഞാൻ രണ്ടാമത് മറ്റൊരാൾക്ക് ഞാൻ ഈ മെസ്സേജ് അയച്ചു. അമ്മയുടെ മുൻ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബുവിനും ഇതേ വിഷയം പറഞ്ഞുകൊണ്ട് ഞാൻ മെസ്സേജ് അയച്ചു. ഇതേ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മറുപടി, അദ്ദേഹം മാന്യമായൊരു മറുപടി ഇടാട്ടു. ആ മറുപടിയാണ് യാഥാർത്ഥ്യം. സ്വന്തമായി വേദനിക്കുമ്പോൾ മാത്രമേ ഇവനൊക്കെ പൊള്ളൂ. മറ്റൊരുത്തൻ്റെയും വേദന ഇവൻ്റെ ഒന്നും വേദനയല്ല. സ്വന്തം വേദന ഇവന്മാർ ഇന്ന് വിളിച്ചു പോവുകയാണ്. അല്ലാതെ മറ്റൊരു സമൂഹത്തിലെ ഏതെങ്കിലുമൊക്കെ മനുഷ്യർക്കുണ്ടാകുന്ന വേദനയൊന്നും ഒരു വിഷയവുമല്ല. ഞാൻ ഈ വിഷയം അന്ന് സംസാരിക്കുന്നത് മറ്റുള്ള ആൾക്കാരുടെ വേദന കണ്ടിട്ടാണ്. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, എന്തിനാണ് രാഷ്ട്രീയ പ്രവർത്തനം, എന്തിനാണ് ഒരു സ്ഥാനം? ഈ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യാൻ ആഗ്രഹിച്ചത് സമൂഹത്തിൽ നടക്കുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നീ ആരടാ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരത്തിന് വേണ്ടി മാത്രമാണ്. എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയണമെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനം വേണം. അല്ലെങ്കിൽ ഞാൻ ഈ ഉന്നയിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ എവിടെങ്കിലുമൊക്കെ ഇല്ലാതായി പോകുമെന്നുള്ള ചിന്ത കൊണ്ടാണ്. ഇന്ന് ഈ വിഷയം നടക്കുമ്പോൾ കൃത്യം ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഈ തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്ന കുറേ കുയിലുകളെയും കാക്കകളെയും തിരിച്ചറിഞ്ഞ് ഇത് ശുദ്ധീകരിച്ച് ഈ ഓൺലൈൻ മാധ്യമ രംഗത്തെ കൂടുതൽ മികച്ച രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ പ്രത്യേകിച്ച് സിനിമാ മേഖല, കാരണം സിനിമാക്കാരെയാണ് ഇവർ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി രാഷ്ട്രീയക്കാരെ കൂടി ഇവർ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു മനുഷ്യൻ്റെ സ്വകാര്യതയ്ക്ക് യാതൊരു വിലയും നൽകാത്ത വിധം, സ്വകാര്യ നിമിഷങ്ങൾക്ക് യാതൊരു വിലയും നൽകാത്ത വിധം, മുൻപൊരിക്കൽ നമ്മുടെ ജയറാമേട്ടൻ്റെ മകൾ അവൾ പങ്കെടുത്ത ഒരു സ്വകാര്യ ചടങ്ങിൽ നിന്ന് ലൈറ്റ് അടിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ലൈറ്റ് വെട്ടത്തിലൂടെ അവൾ ബ്രസ്റ്റ് കാണുന്ന രീതിയിൽ അവളുടെ വീഡിയോ ഒളിച്ചു നിന്ന് പകർത്തി അവളെ അപമാനിച്ചവർ, ഇത്തരത്തിൽ ദേവനന്ദ എന്ന് പറയുന്ന 10-11 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയെ സൈബർ വെർബൽ റേപ്പിന് വിധേയമാകത്തക്ക രീതിയിൽ മോശമായ രീതിയിൽ തലക്കെട്ടുകൾ എഴുതി വിട്ട് അപമാനിക്കത്തക്ക ഇത്തരം കൂട്ടങ്ങൾ
ഇവരെയൊക്കെ നിയന്ത്രിക്കണം. സർക്കാർ തലത്തിൽ അതിന് തീരുമാനമുണ്ടാകണം. ഇനിയെങ്കിലും അമ്മ അസോസിയേഷൻ ഈ പറഞ്ഞ കണക്ക് ഇപ്പോൾ അൻസിബ ഉന്നയിച്ച വിഷയങ്ങളൊക്കെ തന്നെ യാഥാർത്ഥ്യമായി മാറുന്നുവെന്ന് നമുക്ക് തോന്നുന്നത് ഈ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഇവനെയൊക്കെ പോലെയുള്ള ആൾക്കാർ ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നതുകൊണ്ടാണ്. മറ്റുള്ളവൻ്റെ വേദന മനസ്സിലാക്കാൻ കഴിയുന്നവന് മാത്രമേ ഒരു സംഘടനയെ നയിക്കാൻ പറ്റൂ. സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരുത്തനും ഒരു സംഘടനയോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ ഒരു സിസ്റ്റത്തെയോ നയിക്കാൻ ഒരുത്തനും കഴിയില്ല. അപ്പോൾ ഇത്തരക്കാരെയൊക്കെ ഇതിൽ നിന്നൊക്കെ അടിച്ചിറക്കിയിട്ട് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ശേഷിയുള്ള, മറ്റുള്ളവൻ്റെ വികാരം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ശേഷിയുള്ള, സ്വാർത്ഥതയില്ലാത്തവരെയൊക്കെ ഓരോ സ്ഥാനത്തിരുത്തണം. അതിന് മലയാള സിനിമ കൂടി തയ്യാറാവണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഓരോരുത്തർക്കും ഇതിലും വലിയ മാനസിക വിഷമങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിങ്ങളും അതിൻ്റെ ഭാഗമാകും. നമ്മൾ ചില വിഷയങ്ങളിൽ പ്രതികരിക്കുന്നത് അത് ഭാവിക്ക് വേണ്ടിയാണ്. ഞാനിതിൽ കൃത്യമായി ഞാൻ പറഞ്ഞു തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ കോടതി തലത്തിൽ ഒരു ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നിയന്ത്രണങ്ങൾ രേഖപ്പെടുത്താനുള്ള മാനദണ്ഡങ്ങൾ കൊണ്ടുവരണം, ലൈസൻസ് കൊണ്ടുവരണം. അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു അസ്തിത്വം ഉണ്ടാവണം, ഒരു സ്വത്വബോധം ഉണ്ടാവണം. അതായത് ഏത് ചാനലാണെന്നും ആ ചാനലിൻ്റെ ആൾക്കാർ കാണിക്കുന്ന നെറികേടിന് എന്തെല്ലാം നിയമപരമായ നടപടിക്ക് പോകാമെന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു സുതാര്യത ഉണ്ടാവണം. ഇതേ ചാനലുകൾ നടത്തുന്ന സബ് ചാനലുകളുണ്ട്. മെയിൻ ചാനലിൽ മാന്യമായ കണ്ടന്റ് ഇടുകയും മറ്റ് ചാനലുകളിൽ ഇത്തരത്തിൽ ഈ പറഞ്ഞ സ്ത്രീകളെ അപമാനിച്ചുകൊണ്ടും മറ്റുള്ളവരെ അപമാനിച്ചുകൊണ്ടും അല്ലെങ്കിൽ എവിടെങ്കിലും കടന്നുകൂടി ആ കിട്ടുന്ന ഒരു 10 സെക്കൻഡിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ആ മൊമെൻറ്റിന് വേണ്ടിയിട്ട് കഴുകൻ നമ്മുടെ ഈ പാഴ്സി ശവം കൊണ്ടിടുന്നിടത്ത് കഴുകന്മാരിങ്ങനെ നോക്കിയിരിക്കും. അതുപോലെ നോക്കിയിരിക്കുന്ന ഇത്തരം കഴുകന്മാരുടെ മനോഭാവമുള്ളവരെ തിരിച്ചറിയണം. എല്ലാവരെയും പറയുകയല്ല. മാന്യമായി ഈ മേഖലയിൽ ജീവിക്കുന്നവരുണ്ട്, മാന്യമായി മറ്റു മേഖലയ്ക്ക് സപ്പോർട്ട് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. സിനിമാ മേഖലയിലെ പ്രൊമോഷൻസ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റ് ബിസിനസ്സുകാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. പക്ഷേ സ്വന്തം അമ്മയും പെങ്ങളെയും തിരിച്ചറിഞ്ഞുകൂടാത്ത കുയിലുകളെ പോലെയുള്ള ടീമുകളെയാണ് സൂക്ഷിക്കേണ്ടത്. ഇത്തരക്കാരാണ് ഈ സമൂഹത്തിന് ശാപകമായി മാറിയേക്കുന്നത്. ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പറ്റം സമൂഹം നമുക്കിടയിലുണ്ട്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അപകടം എന്ന് മനസ്സിലാക്കുക. രണ്ടായാലും അന്ന് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ എന്നെ ബഹിഷ്കരിക്കണമെന്നായിരുന്നു ഇവർ ആഹ്വാനം ചെയ്തത്. പക്ഷേ ഞാൻ ഒരിക്കൽ പോലും ഇവരുടെ അടുത്ത് ഒരു കാര്യത്തിനും പോയിട്ടില്ല. എന്നെ ബഹിഷ്കരിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മുടെ പിന്നാലെ നടന്ന് കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കുകയും പിന്നീട് ഈ കണ്ടന്റുകളിലൂടെ എന്നെ ആക്ഷേപിക്കാനും ഇവർ ശ്രമിച്ചു. രണ്ടായാലും എൻ്റെ ജീവിതത്തിൽ ഇത് ദോഷകരമായി ബാധിക്കാത്തിടത്തോളം കാലം നിങ്ങൾ എനിക്കെതിരെ സൃഷ്ടിച്ചുവിടുന്ന നെഗറ്റീവുകളൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഇത് പറയുന്നത്, നിങ്ങൾ ശുദ്ധീകരിക്കണം. അന്നും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ സ്വയം നിയന്ത്രിക്കണം, നിങ്ങൾ സ്വയം തീരുമാനമെടുക്കണം. നിങ്ങളിലൂടെ മറ്റുള്ളവർ വേദനിക്കപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നും ഞാൻ ഈ വിഷയം പറഞ്ഞത്. ഇന്ന് ഇതൊരിക്കലും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. താങ്ക് യു.